ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വ്യാപക റെയ്ഡുമായി ഇഡിയുടെ നിർണായക നീക്കം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തും സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികളുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും കഴിഞ്ഞ 4 മണിക്കൂറായി ഇഡിയുടെ പരിശോധന നടക്കുകയാണ്. കേരളത്തിന് പുറമെ തമിഴ്നാട്ടിലും കർണാടകയിലും ഒരേ സമയത്താണ് 21 ഇടങ്ങളിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന. എന്നാൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവരുടെ വീട്ടിൽ പരിശോധനയില്ല. അതേസമയം സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം ശബരിമല സന്നിധാനത്ത് പരിശോധന നടത്തും. ശ്രീകോവിലിന്റെ പഴയ വാതിൽപ്പാളികളാണ് പ്രധാനമായും ഇവർ പരിശോധിക്കുക എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്തെ പ്രതികളുടെ വീടുകളിൽ നടക്കുന്ന പരിശോധനയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കാൻ നമ്മളോടൊപ്പം ഉണ്ടാകും. ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നടക്കുന്ന ഇഡി പരിശോധന എപ്പോഴായിരിക്കും എന്നതിന്റെ വിശദാംശങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. അതോടൊപ്പം തന്നെ പത്മകുമാറിന്റെയും ജയശ്രീയുടെയും വീട് ആറന്മുളയിൽ, അതോടൊപ്പം SIT സന്നിധാനത്തെത്തി അതിന്റെ വിവരങ്ങളുമായി ഷിജോ കുര്യനുണ്ട്. ടോബി ജോൺസൺ മുരാരി ബാബുവിന്റെ വീട് ചങ്ങനാശ്ശേരിയിലെ വീട്ടിൽ നടക്കുന്ന പരിശോധനയുടെ വിവരങ്ങളുമായുണ്ട്. സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഓഫീസ് അമ്പത്തൂരിലെ ഓഫീസിലെ പരിശോധനയുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന് മനേഷ് മൂർത്തി ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നുണ്ട്. ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധനകൾ മുന്നോട്ട് പോകുമ്പോൾ സമഗ്രമായ റിപ്പോർട്ടുകളുമായി 24 പ്രതിനിധികൾ വിവിധയിടങ്ങളിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. ഞാൻ ആദ്യം പോകുന്നത് ഷഫീദ് റാവുത്തറുടെ അടുത്തേക്കാണ്. ഷഫീദ്, പ്രതികളുടെ തിരുവനന്തപുരത്തെ വീടുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധനകൾ നടക്കുന്നുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ പ്രതികളുടെയും, അതായത് തന്ത്രി ഒഴികെ ബാക്കി എല്ലാവരുടെയും വീടുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന ഒരേ സമയം നടക്കുകയാണ്. എന്താണ് ഈ പരിശോധനയുടെ ഇപ്പോൾ ലഭിക്കുന്ന പുതിയ വിവരങ്ങൾ? ഉറപ്പായിട്ടും, കാരണം നമ്മൾ പ്രതീക്ഷിച്ച പരിശോധന തന്നെയാണിത്. കാരണം ഇഡി ഇതുമായി ബന്ധപ്പെട്ട കേസ് ECR രജിസ്റ്റർ ചെയ്ത് മുതൽ തന്നെ ഇക്കാര്യത്തിൽ ചില ആലോചനകൾ ഇഡിയുടെ ഭാഗത്ത് നടക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല SITയുടെ അന്വേഷണത്തിന്റെ ഫൈൻഡിങ്സ് അടക്കമുള്ള കാര്യങ്ങൾ, രേഖകൾ, റിപ്പോർട്ടുകൾ ഇതടക്കമുള്ള കാര്യങ്ങൾ കോടതി വഴി ഇഡി ശേഖരിക്കുകയും അത് വിശദമായി പരിശോധിച്ചു വരികയും ചെയ്യുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടന്നത് വലിയ സാമ്പത്തിക തട്ടിപ്പാണ് എന്നുള്ളതാണ് ഇഡിയുടെ ഇപ്പോഴത്തെ വിലയിരുത്തൽ. മാത്രമല്ല വ്യക്തിപരമായും ഭരണനിർവഹണത്തിന്റെ ഭാഗമായും ആളുകൾ പദവി ഉപയോഗിച്ചടക്കം ദുരുപയോഗം ചെയ്തുകൊണ്ട് പണം ഉണ്ടാക്കിയെന്നൊക്കെയുള്ള കണ്ടെത്തൽ ഇതുമായി ബന്ധപ്പെട്ട ഇഡിക്ക് ഇപ്പോഴുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് 21 ഇടങ്ങളിൽ സംസ്ഥാനത്തിനകത്തും പുറത്തും ഇന്ന് രാവിലെ മുതൽ ഇഡി പരിശോധന ആരംഭിച്ചത്. രാവിലെ 6 മണി മുതൽ തന്നെ പലരുടെയും വീടുകളിലേക്ക് ഇഡി സംഘം എത്തിത്തുടങ്ങിയിരുന്നു. തിരുവനന്തപുരത്ത് പ്രധാനമായും 3 സ്ഥലങ്ങളിലാണ് പരിശോധന നടക്കുന്നത്. ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് രേഖകൾ സംബന്ധിച്ചുള്ള പരിശോധന നടക്കും. അതേസമയം കിളിമാനൂർ കാരേറ്റ് പാപ്പാലയിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പരിശോധന നടക്കുന്നുണ്ട്. രാവിലെ 6:00 ഉദ്യോഗസ്ഥർ വീട്ടിലേക്ക് എത്തിയെങ്കിലും അദ്ദേഹത്തിന്റെ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. വീട് പൂട്ടിയ നിലയിലായിരുന്നു. തുടർന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിലേക്ക് പരിശോധനയ്ക്ക് അന്വേഷണ സംഘം എത്തിയത്. അവിടെ പരിശോധന പൂർത്തിയാക്കി അവിടെ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മാതാവിനെ കൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലേക്ക് എത്തി വീട് തുറന്ന് പരിശോധന ഇപ്പോൾ നടത്തുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകൾ, വിദേശയാത്രകൾ, അദ്ദേഹം നടത്തിയിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ, അദ്ദേഹത്തിന് മുൻപുണ്ടായിരുന്ന പലിശ ഇടപാടുകൾ അടക്കമുള്ള മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും ഇഡി അന്വേഷിക്കും. മാത്രമല്ല ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ ഇടപാടുകൾ വിവരങ്ങളെക്കുറിച്ചും ഇഡി പരിശോധിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. രണ്ടാമത് മുൻ ദേവസ്വം ബോർഡ് കമ്മീഷണറായിരുന്ന N വാസുവിന്റെ വീട്ടിലെ പരിശോധനയാണ്. അവിടെയും പേട്ടയിലെ വീട്ടിലും പരിശോധന ഇപ്പോഴും പുരോഗമിക്കുകയാണ്. 7 മണിയോടുകൂടിയാണ് അവിടേക്ക് ഇഡി സംഘം എത്തിയത്. 2 വാഹനങ്ങളായി എത്തിയ ഇഡി സംഘം N വാസുവിന്റെ സാമ്പത്തിക ഇടപാടുകൾ, ബന്ധുക്കളുടെ സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും വളരെ നിർണായകമാണ്. പ്രത്യേകിച്ച് സംസ്ഥാനത്തിന് പുറത്തേക്കടക്കം പരിശോധന നീണ്ടിരിക്കുന്നു. ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ്, ബെല്ലാരിയിലെ റൊദ്ദം ജ്വല്ലറി ഉടമ ഗോവർദ്ധന്റെ ജ്വല്ലറിയിലും വീടുകളിലും ഒക്കെ പരിശോധന നടക്കുന്നുണ്ട്. ഏതായാലും സാമ്പത്തിക വിവരങ്ങൾ, ഇവർ നടത്തിയിട്ടുള്ള ഇടപാടുകൾ, അതിനൊക്കെ അപ്പുറത്തേക്ക് ശബരിമലയിൽ 1999 ശേഷം നടന്ന പൂർണ്ണ ഇടപാടുകളെക്കുറിച്ചും നിർമ്മാണ പ്രവർത്തികളെക്കുറിച്ചും അന്വേഷിക്കും. 2019 മുതൽ 2025 വരെയുള്ള കാലയളവിൽ ഈ പാളി കൈമാറ്റവുമായി നടന്ന എന്തൊക്കെയെന്നുള്ള കാര്യങ്ങളിൽ ആർക്കൊക്കെ സാമ്പത്തിക ബെനിഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് ഇഡി പരിശോധനയിൽ വരും. കൂടാതെ 2017 കൊടിമര പുനഃപ്രതിഷ്ഠയും വാജീവാഹന കൈമാറ്റവും ഇഡിയുടെ അന്വേഷണ പരിധിയിൽ ഉണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.